ഹായ്, ബ്ലൗസിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ലൈനിങ്ങിലാണെങ്കിൽ ബാക്ക് പാർട്ട്, അതുപോലെ ഫ്രണ്ട് പാർട്ട്, പിന്നെ അതുപോലെ ബെൽറ്റ്, ഇത്രയും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവ്സ് ആണ് നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ബാക്ക് പാർട്ട് എടുക്കുക. ബാക്ക് പാർട്ടിൻ്റെ ആം റൗണ്ട് നമ്മൾ മെഷർ ചെയ്തതിന് ശേഷമാണ് സ്ലീവ്സ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ 1/2 ഇഞ്ച് മുകളിൽ പോവും. അപ്പോൾ അതിന് ശേഷം നമ്മളൊന്ന് അളന്ന് നോക്കുക കേട്ടോ, എത്രയാണ് വരുന്നതെന്ന് അളന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്, ലൈനിങ് മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ 9.5 നമുക്ക് ആം റൗണ്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 8.5 ആയിരിക്കും കൊടുക്കേണ്ടത്. അതിനുശേഷം അവിടെ നിന്നും താഴേക്ക് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇങ്ങനെ അറ്റത്ത് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അത് നമുക്കൊരു അവിടെ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ വരയ്ക്കുക, ഷേപ്പായിട്ട് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് എത്ര ഇഞ്ചാണോ കിട്ടുന്നത് അത് അടയാളപ്പെടുത്തിയതിന് ശേഷം മസിൽ റൗണ്ട് ഉണ്ടെങ്കിൽ നല്ല തടിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മസിൽ റൗണ്ട് ഒരു താഴോട്ട് ഒരു 4-5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ എത്രയാണ് തടി എന്നുള്ളത് അത് അടയാളപ്പെടുത്താം. പിന്നെ അതുപോലെ താഴെ നമുക്ക് എത്രയാണ് സ്ലീവ് വേണ്ടുന്നതെന്ന് വെച്ചാൽ അത് കൊടുക്കാം. പിന്നെ മുകളിൽ ഒരു 1/2 ഇഞ്ച് ജോയിൻ ചെയ്യുന്നതിനും താഴെ ഒരു 1/2 ഇഞ്ച് ജോയിൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സ്പേസും കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ ഫ്രണ്ട് ഒന്ന് കുഴിച്ച് വെട്ടാനായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നവരെ ഇതേപോലെ ചെയ്യാം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത മെറ്റീരിയൽ വെച്ചിട്ടാണ് നല്ല മെറ്റീരിയലിലേക്ക് എന്ന് വെച്ചാൽ നമുക്ക് മെയിൻ മെറ്റീരിയലിലേക്ക് നമ്മൾ ട്രേസ് ചെയ്ത് നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇത് ഞാൻ രണ്ടായിട്ട് മടക്കി ഇട്ടിരിക്കുകയാണ്. ഇതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ലൈനിങ് മെറ്റീരിയൽസും ഇതിലേക്ക് എടുത്തു വെച്ചിട്ട് ഇതേപോലെ ട്രേസ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതേപോലെ ബെൽറ്റും ഒക്കെ കട്ട് ചെയ്തെടുത്ത് നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 സൈഡും എന്താ പറയുക ഡാർട്ടൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ ഒരു 1/4 ഇഞ്ച് ഇതിൽ നമ്മളങ്ങനെ അടിച്ചു പോവാം, ഫുള്ളായിട്ട് നമ്മൾ അടിച്ചു പോവാം. അത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മളിനി ബാക്കി ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം ഇതേപോലെ ചെയ്യണം കേട്ടോ. ബാക്ക് പാർട്ടായാലും ഫ്രണ്ട് പാർട്ടായാലും ബെൽറ്റ് ആയാലും അതേപോലെ സ്ലീവ്സ് ആയാലും ഒക്കെ നമ്മൾ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സ്ലീവ്സ് ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിച്ച് തിരിക്കുകയാണ്. അപ്പോൾ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ആദ്യം താഴത്തെ ഭാഗം അടിക്കുക. അതിനുശേഷം തിരിച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ സൈഡെല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ലൈനിങ് മെറ്റീരിയലിലാണല്ലോ കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതലുള്ള നല്ല മെറ്റീരിയലൊക്കെ നമുക്ക് വേണ്ടാത്തതാണ്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലൈനിങ് മെറ്റീരിയലിൻ്റെ അതേ അളവിൽ തന്നെ ബാക്കി ഭാഗമെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ക്ലിയർ ആക്കുക. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബാക്ക് പാർട്ടാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു 4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ 2ആയി മടക്കിയതിന് ശേഷം താഴെ നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ താഴെ നമ്മൾ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് വിടുക. അതിനുശേഷം ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. നമുക്ക് നല്ല ബലത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മളിത് തിരിച്ചിട്ടിട്ട് നമുക്ക് ഇതേ സെയിം കളർ തന്നെ നമുക്ക് കിട്ടിയോണ്ട് എന്ന് വെച്ചാൽ മെയിൻ ക്ലോത്തിൻ്റെ സെയിം കളർ തന്നെയാണ് നൂലുള്ളത്. ഒന്ന് അടിച്ചാലും അങ്ങനെ അറിയാത്ത കാരണം നമുക്ക് ഇതേപോലെ അടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹെമ്മിങ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, കുറച്ചുകൂടെ വൃത്തിയായിട്ട് നിൽക്കുന്നത്. ഇതേപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, അറിയുന്നില്ല സെയിം നൂലായിട്ട്. പിന്നെ നമ്മളിനി ഫ്രണ്ട് പാർട്ടിൻ്റെ ഡാർട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ ഓരോ ഡാർട്ട് ഏറ്റവും താഴേന്ന് ആദ്യം ഡാർട്ട് കൊടുക്കുക, പിന്നെ സൈഡിൽ ഡാർട്ട് കൊടുക്കുക, പിന്നെ ആം റൗണ്ടിൻ്റെ ഡാർട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കപ്പ് ഫോമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ബെൽറ്റാണ് ഫിനിഷ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നേരെ അതേപോലെ വയ്ക്കാം. എന്നിട്ട് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നേരെ തിരിച്ചിടുക.
ഇനി ബെൽറ്റിൻ്റെ അതേ അളവിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലൈനിങ് ഉണ്ട്. അത് നമ്മൾ നല്ല വശത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ നേരെ ഇതേ അരയിഞ്ച് ഗ്യാപ്പിൽ നമ്മൾ അടിച്ചു കൊടുക്കുക. ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതേപോലെ മടക്കി ബെൽറ്റ് ജോയിൻ ചെയ്ത ഭാഗവും പിന്നെ ഏറ്റവും താഴെയും കൂടിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വിടുക. അപ്പോൾ നമുക്ക് ഈ സീം അലവൻസ്, ഈ ബെൽറ്റ് കണക്ട് ചെയ്ത സീം അലവൻസ് ഒന്നും നമുക്ക് വെളിയിൽ അറിയാത്ത പോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.